ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾക്കിടെ മധ്യസ്ഥരായി നിന്ന പാകിസ്ഥാന്റെ സൈന്യാധിപൻ അസീം മുനീറിനെയും പാക് പ്രതിനിധി സംഘത്തെയും വധിക്കാൻ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് പദ്ധതിയിട്ടു എന്ന റിപ്പോർട്ടുകൾ വലിയ തരത്തിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതു സംബന്ധിച്ച് പാകിസ്ഥാനും ഇസ്രായേലും പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. ഇതേ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് പ്രശസ്ത ബ്രസീലിയൻ മാധ്യമപ്രവർത്തകനായ പെപ്പെ എസ്കോബാറിന്റെ ഭാഗത്തു നിന്നാണ്. മരിയോ നൗഫൽ എന്ന പോഡ്കാസ്റ്റ് അദ്ദേഹം നടത്തിയ പോഡ്കാസ്റ്റിൽ സംസാരിക്കുമ്പോൾ വളരെ ഈ തന്ത്രപരമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചും ലോക തലത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുകൾ കൊണ്ടുവരുന്ന ആളാണ് പെപ്പെ എസ്കോബാർ എന്ന ബ്രസീലിയൻ ജേർണലിസ്റ്റ്. വളരെ പ്രശസ്തനാണ്. അദ്ദേഹമാണ് ബൈലൈൻ അല്ലെങ്കിൽ അദ്ദേഹം ആ പോഡ്കാസ്റ്റിൽ സംസാരിച്ചുകൊണ്ട് പറഞ്ഞതാണ് പാകിസ്ഥാന്റെ സൈന്യാധിപൻ അസീം മുനീറിനെയും പാക് പ്രതിനിധി സംഘത്തെയും കൊല ചെയ്യാൻ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് പദ്ധതിയിട്ടു എന്നുള്ളത്. ഇതിനെക്കുറിച്ച് പാകിസ്ഥാനി മാധ്യമപ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത് നോൺസെൻസ് എന്നാണ്, റബ്ബിഷ്. പക്ഷെ പാക് ഭരണകൂടം ഇതേക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. ഇസ്രായേലും ഒന്നും പറഞ്ഞിട്ടില്ല. പാകിസ്ഥാനും ഇസ്രായേലും തമ്മിലുള്ള ശത്രുത എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്ന് മാത്രമല്ല, ഇറാൻ അമേരിക്ക സമാധാന കരാറിനെ ഏറ്റവും ശക്തമായി എതിർക്കുന്നത് ഇസ്രായേലാണ്. ഇതിൻ്റെ പേരിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വലിയ രീതിയിൽ വാഗ്വാദവും ചൂടേറിയ എതിർപ്പും പ്രകടമാക്കിയിരുന്നു. എന്ന് മാത്രമല്ല, ഇസ്രായേല് സ്വന്തമായി ആയുധമുണ്ടാക്കുമെന്നും ഈ തരത്തിൽ ഇനി അമേരിക്കയെ ആശ്രയിച്ച് കഴിയേണ്ട ആവശ്യം ഇസ്രായേലിനില്ലെന്നും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അതുപോലെ തന്നെ അവിടുത്തെ സിയോണിസ്റ്റ് വലതുപക്ഷ തീവ്രവാദി മന്ത്രിയായിട്ടുള്ള ദേശരക്ഷാമന്ത്രി ബെൻഗീവർ അടക്കമുള്ളവർ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയായിട്ട് ഉടക്കിൻ്റെ അല്ലെങ്കിൽ വലിയ ഭിന്നതയിൽ നിൽക്കുകയാണ്. ഇതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് ഈ വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം കൈവരുന്നത്. കാരണം ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന കരാറുണ്ടായാൽ അതിൽ ഏറ്റവും വലിയ ക്ഷീണം സംഭവിക്കുന്ന ഇസ്രായേലിനാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല, ഞങ്ങളത് ഒറ്റയ്ക്ക് പോരാട്ടം തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഇറാനും അമേരിക്കയും തമ്മിൽ പല വ്യവസ്ഥകളുടെ പേരിൽ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസീം മുനീർ അടക്കമുള്ള, അതുപോലെ അവിടുത്തെ പ്രതിരോധ മന്ത്രി, വിദേശകാര്യമന്ത്രി അടക്കമുള്ളവരാണ് ഇതിനുവേണ്ടി കാര്യമായി കഴിഞ്ഞ 3 മാസമായി രംഗത്ത് നിൽക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെയും ഇറാൻ്റെയും പിന്തുണ അതുവഴി അവർക്ക് ലഭിച്ചുവെന്നാണ് അവരുടെ അവകാശവാദം. എന്ന് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാന് പ്രത്യേകിച്ച് മധ്യസ്ഥ റോൾ നൽകുകയും ചെയ്തു. അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ബന്ധം, ഇറാനുമായി ഈ കാലത്തിൽ ഉണ്ടായിട്ടുള്ള ബന്ധം, അതിൻ്റെ നടുവിൽ നിന്നാണ് പാകിസ്ഥാൻ സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടന്ന ചർച്ചകൾക്കിടയിൽ പാക് സേനാ മേധാവിയെയും പ്രതിനിധി സംഘത്തെയും വധിക്കാനാണ് പരിപാടിയിട്ടതെന്നാണ് വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. എന്നാൽ ഈ ജനീവയിലെ ചർച്ചയിൽ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പങ്കെടുത്തിരുന്നു. പക്ഷേ ഷഹബാസ് ഷെരീഫിനെ ലക്ഷ്യം വെച്ചിരുന്നു എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ആ തരത്തിലാണെങ്കിൽ ആ പ്രതിനിധി സംഘത്തിൽ അതിന് നേതൃത്വം നൽകിയത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഒരു വാദമുള്ളത്, നേരത്തെ പാക് സൈന്യാധിപൻ അസീം മുനീറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പോകുമെന്നാണ് പറഞ്ഞിരുന്നത്. പ്രധാനമന്ത്രി കൂടി ചേർന്നത് ഈ തരത്തിലുള്ളൊരു ഗൂഢാലോചന നടന്നതായി റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്നാണ്. എന്തായാലും അസീം മുനീറും ആ സംഘത്തിൽ ഉണ്ടായിരുന്നു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് ഇവരെ വധിക്കാനാണ് പദ്ധതിയിട്ടതെന്നാണ് വെളിപ്പെടുത്തൽ. ഇത് പാകിസ്ഥാൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസ് അവർ ഈ ഇസ്രായേലിൻ്റെ കമ്മ്യൂണിക്കേഷൻ വാർത്താ വിനിമയ ബന്ധങ്ങൾക്കിടയിലൂടെ കടന്ന് അത് ഇൻ്റർസെപ്റ്റ് ചെയ്ത് അത് ചോർത്തിയെടുത്തതാണ് എന്നാണ് വാർത്തകൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ അതിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കുന്നില്ല, ഇസ്രായേലും മിണ്ടുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ വലിയൊരു ഭീഷണി അതുമായി സംബന്ധിച്ചുണ്ടായിരുന്നു. പാകിസ്ഥാൻ പറഞ്ഞത്, ഇങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്യമത്തിന് ഇസ്രായേലോ അവരുടെ ചാരസംഘടനയായ മൊസാദോ മുതിർന്നാൽ ഇസ്രായേൽ എന്നൊരു രാജ്യം ഭൂമുഖത്തുണ്ടാവില്ലെന്നാണ് പാകിസ്ഥാൻ ഭീഷണി മുഴക്കിയത്. പാകിസ്ഥാന് 170 മുതൽ 180 വരെ ന്യൂക്ലിയർ വാർഹെഡ്സ്, അണുവായുധ ശേഖരമുണ്ട്.
അപ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിക രാജ്യങ്ങളിൽ അണ്വായുധ ശേഖരമുള്ള ഏക രാജ്യം പാകിസ്ഥാനാണ്. ഇറാൻ അത് ഡെവലപ്പ് ചെയ്യും അല്ലെങ്കിൽ അണ്വായുധ ശേഷി കൈവരിക്കുമെന്നുള്ളത് കൊണ്ടാണ് അമേരിക്ക ഇസ്രായേലൊക്കെ എതിർത്തുകൊണ്ടിരുന്നത്. ഇസ്രായേൽ ആരുടെയും അനുമതിയില്ലാതെ ഇത് 60കളിൽ സ്വന്തമായിട്ട് അണ്വായുധ ശേഷി നേടിയിട്ടുണ്ട്. അപ്പോൾ 2 അണ്വായുധ രാഷ്ട്രങ്ങളാണ് ഇസ്രായേലും പാകിസ്ഥാനും. എന്തായാലും ഇന്ത്യ ഇതിനെയൊക്കെ വളരെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ശത്രുവായി നിൽക്കുന്ന പാകിസ്ഥാൻ എന്തൊക്കെ പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഇറാനിൽ അമേരിക്കയിലൊക്കെ കൂടുതൽ സ്വാധീനം ചെയ്യാൻ നടത്തുന്ന നീക്കങ്ങളെ വളരെ കരുതലോടെയാണ് ഇന്ത്യ കാണുന്നത്. പ്രത്യേകിച്ച് സൗദി അറേബ്യയുമായി സൈനിക കരാർ വരെ ഉണ്ടാക്കി. പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് സൗദി അറേബ്യക്കെതിരെയുള്ള ആക്രമണമായി കണ്ട് പ്രതിരോധിക്കുമെന്നാണ് ഒരു കരാറിൽ പറയുന്നത്. അതിന് ഇന്ത്യക്ക് ശക്തമായിട്ടുള്ള എതിർപ്പുണ്ടായിരുന്നു. എന്തായാലും പാകിസ്ഥാൻ ഈ ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ നുഴഞ്ഞു കയറാൻ നടത്തുന്ന നീക്കത്തെ ഇന്ത്യ വളരെ കരുതലോടെയാണ് കാണുന്നത്. അതിനിടയിലാണ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ അദ്ദേഹം പാകിസ്ഥാനിൽ സന്ദർശനം നടത്തുകയായിരുന്നു. അതേസമയം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം ഇറാനിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഇറാനിലെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അൽ ഖമനിയുടെ സംസ്കാരം ഇതുവരെ നടന്നിട്ടില്ല. യുദ്ധം ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയ ദിവസം ഫെബ്രുവരി 28-നാണ് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെയും യുദ്ധവിമാനങ്ങൾ പരമോന്നത നേതാവിൻ്റെ വസതിയിൽ ബോംബിട്ടത്. അതിൽ പരമോന്നത നേതാവ് അടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. അന്ന് തന്നെയാണ് തൊട്ടടുത്തുള്ള പ്രൈമറി സ്കൂളിലെ 170-ലേറെ കുട്ടികൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ അമേരിക്കൻ ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. എന്തായാലും ഈ പരമോന്നത നേതാവിൻ്റെ സംസ്കാരം 106 ദിവസങ്ങൾ കൊല്ലപ്പെട്ടതിന് ശേഷം 106 ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചത്. ജൂലൈ 4 മുതൽ ജൂലൈ 9 വരെയാണ് സംസ്കാര ചടങ്ങുകൾ. ടെഹ്റാനിൽ ആരംഭിക്കും. ഏതാണ്ട് 20 ലക്ഷത്തിലേറെ പേർ ആ സംസ്കാര ചടങ്ങുകളുടെ തുടക്കത്തിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ടെഹ്റാനിൽ അത് തുടങ്ങും. പിന്നീട് 4-5 ദിവസം പിന്നിട്ട് മഷ്ബാദിൽ, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായിട്ടുള്ള മഷ്ബാദിൽ, അത് വടക്കു കിഴക്കൻ ഇറാനിലാണ്. അവിടെയാണ് സംസ്കാരം ഖബറടക്കം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഖബറടക്കത്തിൽ പങ്കെടുക്കാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിട്ടുള്ളത്. എന്തായാലും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് വധിച്ച പരമോന്നത നേതാവ് അദ്ദേഹത്തിൻ്റെ ഖബറടക്ക ചടങ്ങുകൾ, അതിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കാനുള്ള സാധ്യതകൾ കുറവാണെന്നാണ് നിരീക്ഷകർ പറയുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലും വധിച്ച ഒരു നേതാവിൻ്റെ ചടങ്ങിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ അതിന് വലിയ അർത്ഥങ്ങൾ കൽപ്പിക്കപ്പെടും. അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു പ്രതിനിധി സംഘം ഒരു പക്ഷേ പങ്കെടുത്തേക്കാം. ഇന്ത്യയുടെ അംബാസഡറോ അതുപോലെയുള്ള ഏതെങ്കിലും മന്ത്രിമാരോ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഉന്നതതല ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഉറപ്പായിട്ട് പറയാൻ സാധിക്കില്ല. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്തായാലും ഇതൊരു സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല. ഒരു രാജ്യത്തിൻ്റെ ഒരു ദേശീയ ഫോറിൻ പോളിസി, വിദേശ നയത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരും. പ്രത്യേകിച്ച് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും മസൂദ് പെസസ്കിയാൻ ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുന്നത് കാരണം പാകിസ്ഥാന് കൂടുതലായിട്ടുള്ള ലിവറേജ് കൊടുക്കുന്നു എന്നുള്ള ചിന്ത ഇന്ത്യക്ക് ഉണ്ടാവുമോ എന്നുള്ള ചിന്ത ഇറാനുണ്ട്. കാരണം ഇറാനും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ്. ഇറാനിലെ ചബഹാർ പോർട്ടിൽ ആയിരക്കണക്കിന് കോടി നിക്ഷേപിച്ചിരിക്കുന്ന ഇന്ത്യയാണ്. അതുമാത്രമല്ല, ഇന്ത്യയിലേക്ക് ഇവിടെ സൈനിക വ്യായാമത്തിന് നാവിക അഭ്യാസത്തിന് വന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നിരുന്നത്. അതിലൊരു കപ്പൽ ഇന്ത്യയിലെ കൊച്ചിയിലാണ് നമ്മൾ അഭയം കൊടുത്തത്. അപ്പോൾ ആ തരത്തിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇറാന് ചില കാര്യങ്ങൾ ഇന്ത്യയുടെ അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിരുന്നു. എന്തായാലും ഇറാനുമായിട്ടുള്ള ബന്ധം കളയാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ അമേരിക്കയായിട്ട് പിണങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർ രണ്ടുപേരുടെ ഭാഗത്തുനിന്നും ഇന്ത്യക്ക് ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കുവൈറ്റിൽ ഇറാൻ നടത്തിയ കുവൈറ്റ് എയർപോർട്ടിലേക്ക് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഏക ആള് ഇന്ത്യക്കാരനാണ്. ഒരുപാട് ഇന്ത്യക്കാർക്ക് പരിക്കേറ്റു. എന്ന് മാത്രമല്ല, കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിലും ഒരുപാട് പേർക്ക് പരിക്കേറ്റിരുന്നു. പ്രത്യേകിച്ച് ഒമാൻ കടലിൽ അത് അന്ന് അമേരിക്കയാണ് ആക്രമിച്ചത്. അമേരിക്കയുടെ USS എബ്രഹാം ലിങ്കൻ എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന്
അവിടുത്തെ F-18 ഹോർനെറ്റ് വിമാനങ്ങൾ നടത്തിയ മിസൈൽ ആക്രമണം വന്ന് കൊണ്ടത് ഇന്ത്യൻ കപ്പലിൻ്റെ എൻജിൻ റൂമിലാണ്. 3 നാവികരാണ് കൊല്ലപ്പെട്ടത്, നിരവധി പേർക്ക് പരിക്കേറ്റു. 24 പേരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയത് ഒമാൻ്റെ നാവികസേനയാണ്. അമേരിക്ക രക്ഷപ്പെടുത്താൻ വന്നില്ല. ഇതേക്കുറിച്ച് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതിഷേധിച്ചപ്പോൾ അമേരിക്കയുടെ വിദേശകാര്യം കൈകാര്യം ചെയ്യുന്ന US സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ പറഞ്ഞത്, അനധികൃതമായി ഇറാനിൽ നിന്ന് എണ്ണ കടത്തിയാൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല, അതുകൊണ്ട് ഈ തരത്തിലുള്ള ഇതിനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ്. എന്തായാലും ഡൊണാൾഡ് ട്രംപാണ് പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞത് ഇന്ത്യയെ ആക്രമിക്കാൻ ആരെയും സമ്മതിക്കില്ല, പക്ഷേ ഇതേക്കുറിച്ച് മൗനം പാലിക്കുകയും ചെയ്തു. എന്തായാലും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഇണക്കവും പിണക്കവുമായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ഈ തരത്തിലുള്ള ക്ഷണം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഹോർമോസ് കടലിടുക്കിലൂടെ നിരവധി കപ്പലുകൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. ഏതാണ്ട് 11,000 കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ കപ്പലുകൾ ഒരുപാട് പോകുന്നത് കൊണ്ട് എണ്ണവില, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയൊക്കെ ക്രൂഡ് ഓയിലിൻ്റെ വില താഴോട്ട് പോയിരിക്കുന്നു. യുദ്ധം തുടങ്ങുമ്പോൾ $75 $76 ഇടയിലായിരുന്നു ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വില. എന്ന് വെച്ചാൽ 158 ലിറ്ററാണ് ഒരു ബാരൽ. പക്ഷേ ഇപ്പോൾ അത് $74 താന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് യുദ്ധം തുടങ്ങിയ ശേഷം ഇത്രയധികം താഴ്ചയുണ്ടാവുന്നത്. കാരണം ഹോർമോസ് കടലിടുക്ക് തുറന്ന് അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്നതാണ് ഇപ്പോൾ ഒരു പുതിയ ഈ എണ്ണവില ഇത് താഴാൻ കാരണം. ഈ എണ്ണവില കൂടുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യയിലൊക്കെ പെട്രോളിനും ഡീസലും വില വളരെ കൂട്ടിയതാണ്. കേന്ദ്ര സർക്കാർ അത് കുറയ്ക്കുമോ എന്ന ചോദ്യം വലിയ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. കാരണം എല്ലാ കാലത്തും വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ വരുമ്പോൾ വിലക്കയറ്റം ഉണ്ടാവും, പക്ഷെ അവിടെ കുറയുമ്പോൾ ഇവിടെ കുറയ്ക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കുണ്ടെന്നാണ് സ്വാഭാവികമായിട്ട് നമുക്കറിയാവുന്നത്. അതുകൊണ്ട് അത് നോക്കിയിരിക്കുകയാണ്. എന്തായാലും വില ഇനി കൂടാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം ഏതാണ്ട് തീർന്നു. ഇനി ട്രംപ് പുലിവാലി പിടിക്കാൻ ഇറാനിലേക്ക് വരാൻ സാധ്യതയില്ല. ഇസ്രായേലിൻ്റെ വാക്ക് കേട്ട് വന്നതാണ്, അവർ പിൻവാങ്ങിയിരിക്കുന്നു. ഭീഷണിയൊക്കെ മുഴക്കുമെങ്കിലും അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ അതിനിടയിൽ ഹോർമോസ് കടലിടുക്കിലൂടെ കപ്പലുകൾ പുതിയ റൂട്ടിലൂടെ, ഒമാൻ അതാണ് പറഞ്ഞത്, ഇത് പെട്ടെന്ന് കപ്പലുകൾ കടത്തിവിടാൻ വേണ്ടി 2-3 റൂട്ടുകൾ, പുതിയ പാതകൾ നിശ്ചയിക്കുന്നുവെന്ന് ഒമാൻ പറഞ്ഞു. ഇറാനും ഒമാനുമാണ് അവിടെ പരമാധികാരമുള്ളത് ഹോർമോസിൽ. പക്ഷേ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് ഇപ്പോൾ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നു. പുതിയ റൂട്ടിലൂടെ കപ്പലുകൾ പോകാൻ പറ്റില്ല, ഇനി പോയാൽ അത് ഭയങ്കര അപകടകരമാണ്, ഞങ്ങൾ ആക്രമിക്കുമെന്നാണ് ധ്വനി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിയന്ത്രണത്തിലൂടെ ഹോർമോസ് കടലിടുക്കിലൂടെ കപ്പൽ പോകണമെന്നാണ്. ഒമാനുമായി ബന്ധപ്പെട്ട റൂട്ടിലൂടെ പോകുന്നത് അല്ലെങ്കിൽ അമേരിക്കയുടെ നിർദ്ദേശമനുസരിച്ച് വേറൊരു പാത വെട്ടിത്തുറന്നിരിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ്. അവർ തീവ്ര നിലപാടുകാരാണ്. ഒരുപക്ഷെ മസൂദ് പെസസ്കിയാൻ എന്ന പ്രസിഡന്റും മിതവാദിയായിട്ടുള്ള വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗാച്ചിയൊക്കെ പറയുന്നതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഈ യുദ്ധത്തിലുടനീളം IRGC, അവിടെ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് സ്വീകരിച്ചത്. അവരുടെ കമാൻഡിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് മൊയ്ത്തിബ ഖമനായിയെ, ആയത്തുള്ള ഖമനായിയുടെ മകനെ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് അവർ പിടിമുറുക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് US ബേസുകളിലേക്ക് ആക്രമിക്കാനും, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ UAE-യിൽ, സൗദി അറേബ്യയിൽ, ഖത്തറിൽ, ഒമാനിൽ, ബഹ്റിനിൽ, കുവൈറ്റിൽ ഒക്കെ ആക്രമണം നടത്താനുള്ള ഒരു തീരുമാനം റവല്യൂഷണറി ഗാർഡ്സിൻ്റെ കമാൻഡിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് അവർ ഈ അമേരിക്കയെ മെരുക്കുന്നതിൽ ഞങ്ങളാണ് പങ്കുവഹിച്ചത്, അതുകൊണ്ട് ഇനി ഒരു തരത്തിലുള്ള ഇതിനും തയ്യാറല്ല എന്ന നിലപാടിൽ നിൽക്കുകയാണ് അവർ. അമേരിക്കയിൽ ആണെങ്കിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണ്. US കോൺഗ്രസിലെ 2 സഭകളിലും ട്രംപ് പരാജയപ്പെട്ടിരിക്കുന്നു. യുദ്ധം നിർത്താൻ ട്രംപിനോട് US കോൺഗ്രസ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്, US സെനറ്റും US ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി മുന്നോട്ട് പോകാൻ ട്രംപിന് എളുപ്പമല്ല എന്ന് ഇറാൻ്റെ ഉന്നത തലത്തിലുള്ളവർക്കറിയാം. ട്രംപ് ഇനി, പ്രത്യേകിച്ച് നവംബറിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്, ട്രംപിനി കൂടുതൽ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. ട്രംപ് അവരെയൊക്കെ വഴക്ക് പറയുകയും പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ട്രംപിൻ്റെ സ്വാധീനം കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ അമേരിക്ക ഇനി പതുക്കെ അവിടെ നിന്ന് മാറുകയാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. ഇസ്രായേലുമായിട്ടുള്ള ബന്ധം വഷളായിരിക്കുന്നു.
ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന 30 വർഷം കൊണ്ട് ഞങ്ങൾ ആരുടെയും പിന്തുണയില്ലാതെ നിൽക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തും, ഞങ്ങളുടെ ആയുധത്തിൻ്റെ നിർമ്മാണം കൂട്ടിയിരിക്കുന്നു, യുദ്ധവിമാനങ്ങൾ. അപ്പോൾ അമേരിക്കയുടെ സഹായമില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഇസ്രായേൽ കൈവിട്ട കളിക്ക് തയ്യാറെടുക്കുകയാണോ എന്നുള്ള ആരോപണം വരുന്നുണ്ട്. എന്തായാലും ഗൾഫ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെ ഒറ്റയ്ക്ക് അമേരിക്കയുടെ പിന്തുണയില്ലാതെ പോരാടാൻ എളുപ്പമല്ല ഇസ്രായേലിന്. ഇസ്രായേൽ പക്ഷേ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപുമായി പിണങ്ങിയ ശേഷം ഇസ്രായേലിൻ്റെ വഴിക്ക് പോവുകയാണ്. അതിനിടയിലാണ് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ പ്ലാനുകളെക്കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ അമ്പരപ്പിക്കുന്ന വാർത്തകൾ വന്നത്. ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ ഈ പ്രതിനിധി സംഘത്തെ വധിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ വധിച്ചിരുന്നെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യം ഭൂമുഖത്തുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവിടെ ആറ്റം ബോംബിടും എന്നാണ് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകിയതെന്നാണ് പെപ്പെ എസ്കോബാർ അടക്കമുള്ളവർ പറയുന്നത്. ഈ വാർത്ത ശരിയോ തെറ്റോ എന്നുള്ളത് പിന്നീട് തെളിവുകൾ കൂടുതൽ വരേണ്ടതാണ്. ഇതിനെ സംബന്ധിച്ചുള്ള തെളിവുകളൊന്നും വേണ്ടത്ര ഇല്ല എന്നുള്ള വാദമുണ്ട്. പക്ഷേ ഇത്രയും പ്രശസ്തനായിട്ടൊരു ജേർണലിസ്റ്റ് കാര്യകാരണ സഹിതം ഇത് പറയുമ്പോൾ ഇത് തള്ളിക്കളയേണ്ടതില്ല. കാരണം ഇസ്രായേൽ ഇത് ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ഗസയിൽ 2 വർഷത്തിനുള്ളിൽ ചെയ്തു കൂട്ടിയ ഇതിനെക്കുറിച്ച് ഇപ്പോൾ UN-ന്റെ ഐക്യരാഷ്ട്രസഭയുടെ സ്വതന്ത്ര കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. പാലസ്തീനിൽ 20,000-ലേറെ കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടത്. ആ കുഞ്ഞുങ്ങളെ വംശഹത്യ നടത്താൻ ഇസ്രായേൽ കരുതിക്കൂട്ടി തീരുമാനിച്ചാണ് ബോംബ് ചെയ്തത് എന്നാണ് റിപ്പോർട്ട്. യഥാർത്ഥത്തിൽ അമ്പരപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതുമാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ ബോംബിട്ട് കൊന്നു. 2 വർഷം 20,000-ലേറെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. അപ്പോൾ പാലസ്തീനിൽ പുതിയ കുട്ടികൾ വളർന്നു വന്ന് ഇവരെ എതിരിടുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന പദ്ധതിയുടെ ഭാഗമാണെന്നുള്ള ആരോപണം വന്നിരിക്കുകയാണ്. ഇസ്രായേൽ അത് തള്ളിയിട്ടുണ്ട്. എന്തായാലും ലെബനോനിൽ യുദ്ധം നിർത്തണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടെങ്കിലും ലെബനോനിൽ ഇപ്പോഴും ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മണിക്കൂറുകളിലും 2 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കാറിൽ സഞ്ചരിച്ചതിന് നേരെയാണ് മിസൈൽ വന്ന് വീണ് 2 പേർ കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ അമേരിക്കയുടെ ശകാരവും സമ്മർദ്ദവും കേട്ട് പിന്മാറുന്നില്ല. അവരിപ്പോഴും തെക്കൻ ലെബനനിൽ ഇസ്രായേലിൻ്റെ സേനയുണ്ട്. ഇസ്രായേലിൻ്റെ ഒരു സൈനികൻ അവിടെ കൊല്ലപ്പെട്ടതായി പറയുന്നു. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് ലെബനോനിലെ ഹെസ്ബുള്ളയെയും യമനിലെ ഹൂതികളെയും ഗസയിലെ ഹമാസിനെയും ഇറാനെയും ഒറ്റയടിക്ക് തകർക്കാനാണ് നോക്കിയത്. പക്ഷേ അമേരിക്ക തന്ത്രപരമായി 106 ദിവസത്തെ യുദ്ധത്തിന് ശേഷം പിൻവാങ്ങിയതോടെ നിരാശയിലാണ് ഇസ്രായേലിൻ്റെ ഭരണകൂടം. അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇവരെയൊക്കെ ഒതുക്കാമെന്ന് കരുതി. പക്ഷേ ഫലത്തിൽ ഇറാനിലെ 30,000 കോടിയിലേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ തന്നെ തുറന്ന് പറയുന്നു. ഇറാനിലെ 1.25 ലക്ഷം കെട്ടിടങ്ങളാണ് തകർന്നിരിക്കുന്നത്. 850-ലേറെ സ്കൂളുകൾ തകർന്നു. 350ഓളം ആശുപത്രികൾ തകർന്നു. അതുപോലെ പിന്നെ വ്യാപാര സ്ഥാപനങ്ങളുടെ എണ്ണം 10,000-കണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ ഇല്ലാതായി. അപ്പോൾ ഇതൊക്കെ പുനർനിർമ്മാണം നടത്തണമെങ്കിൽ ഒക്കെ നടത്തിക്കൊണ്ടുവരണമെങ്കിൽ അതുപോലെ 4,000-ഓളം ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. അതുപോലെ സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ ലോഞ്ചിങ് സെൻറ്റേഴ്സ്, പടക്കപ്പലുകൾ, അത് ഏതാണ്ട് എല്ലാം പടക്കപ്പലുകൾ മുഴുവൻ തകർത്തായിട്ടാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ വ്യോമസേനയുടെ കീഴിലുള്ള യുദ്ധവിമാനങ്ങളൊക്കെ ഇറാൻ്റെ ഈ അറ്റാക്കിൽ 40,000 തവണയാണ് അറ്റാക്ക് ചെയ്യപ്പെട്ടത്. ഓരോ ദിവസവും 1000-കണക്കിന് റെയ്ഡുകൾ. അപ്പോൾ ഇത് തിരിച്ചു പിടിക്കണമെങ്കിൽ 30,000 കോടി വേണം. പക്ഷെ ഇതെല്ലാം തകർത്തവർ തന്നെ പറയുന്നു നിർമ്മാണ ഫണ്ട് കൊടുക്കാമെന്ന്. അപ്പോൾ അമേരിക്കയ്ക്കെതിരെ, അമേരിക്കൻ പ്രസിഡന്റിനെതിരെ വലിയ വിമർശനം വരുന്നത് അതുകൊണ്ടാണ്. ഇറാനിൽ പോയി വെറുതെ യുദ്ധം ചെയ്തു, ഇനിയിപ്പോൾ അവർക്കൊക്കെ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. അവരുടെ ഫ്രോസൺ അസറ്റ്സ്, മരവിപ്പിച്ച സ്വത്തുക്കൾ ഇറാൻ്റെ ഉണ്ട്. അത് 12 ബില്യൺ മുതൽ 24 ബില്യൺ വരെയുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയ്ക്ക് വലിയ നഷ്ടമുണ്ടായി സാമ്പത്തികമായി. 8,000 കോടി ഡോളർ കൂടി വേണമെന്ന് അമേരിക്കൻ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം. അത് എന്തിനാണ് ഇത്രയും പണം ചെലവാക്കിയത്, എന്തിനാണ് ഈ തരത്തിലൊരു യുദ്ധത്തിന് പോയത് എന്നുള്ള ചോദ്യം ഉയരുന്നു. ട്രംപിന് അതിനൊരു മറുപടി പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് ഇറാനിൽ നടത്തിയ ആക്രമണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വാട്ടർലൂ, നെപ്പോളിയൻ ബെൽജിയത്തിനും ഫ്രാൻസിനും ഇടയിലുള്ള വാട്ടർലൂവിൽ പരാജയപ്പെട്ടതുപോലെ ഒരുപക്ഷെ ആക്രമണത്തിൽ അമേരിക്കയും ഇസ്രായേലും വിജയിച്ചിരിക്കാം. പക്ഷേ ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ ഇറാൻ്റെ പിടിവാശിക്ക് അല്ലെങ്കിൽ ഇറാൻ്റെ നിർബന്ധങ്ങൾക്ക് മുമ്പിൽ തല കുനിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അമേരിക്കയും ഇസ്രായേലും. എന്ന് മാത്രമല്ല ഇസ്രായേൽ ഇപ്പോഴും വഴങ്ങിയിട്ടില്ല. എന്ന് മാത്രമല്ല ഹോർമോസ് കടലിടുക്കിൽ ഒരിക്കൽ പോലും
ചുങ്കമോ ഫീസോ ചുമത്തുന്നതിനെക്കുറിച്ച് ഇറാൻ പറഞ്ഞിരുന്നില്ല. പക്ഷേ ഈ യുദ്ധത്തോടെ ഇറാൻ പറയുന്നു ഞങ്ങൾ 60 ദിവസം കഴിഞ്ഞാൽ ഫീസ് ചുമത്തും. അങ്ങനെയെങ്കിൽ ആയിരക്കണക്കിന് കോടി ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് ചുങ്കം ചുമത്താൻ ഇറാന് കഴിയും. അപ്പം അമേരിക്ക നടത്തിയാൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൻ്റെ ഒരു ഫലം ഹോർമോസ് കടലിടുക്കിന് മേൽ ഇറാന് സമ്പൂർണ്ണ അധികാരം കൈവരുന്നു എന്നാണ്. നേരത്തെ സൂയസ് കനാലിൽ ഇതേ സംഭവിച്ചാണ്. സൂയസ് കനാലിൻ്റെ നിയന്ത്രണം നാസറിൻ്റെ നേതൃത്വത്തിൽ 50കളിൽ ഏറ്റെടുത്തു ഈജിപ്റ്റ് ഏറ്റെടുത്തു എന്നതിൻ്റെ പേരിൽ ബ്രിട്ടനും ഫ്രാൻസും ഇസ്രായേലും ചേർന്ന് ചെറുക്കാൻ പോയി. അമേരിക്കയോട് പറഞ്ഞില്ല. അമേരിക്ക ഇവരെയൊക്കെ വാൺ ചെയ്തു. അത് ഈജിപ്തിന് വിട്ടുകൊടുക്കാൻ നിങ്ങൾ എന്തിനാണ് അവിടെ, അത് ഈജിപ്തിൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഐസൻ ഹോവർ അനുകൂലമായ നിലപാടെടുത്തു. ഇപ്പോൾ സൂയസ് കനാലിൻ്റെ കൺട്രോൾ ഈജിപ്തിൻ്റെ കയ്യിലാണ്. അതുപോലെ ഇറാൻ്റെ നിയന്ത്രണത്തിലേക്ക് വരുന്നു ഹോർമോസ് കടലിടുക്ക്. അപ്പോൾ ഹോർമോസ് കടലിടുക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇറാന് ഉണ്ടായ തളർച്ചകളൊക്കെ മാറ്റാൻ പറ്റും. അവർക്ക് മരവിപ്പിച്ച സ്വത്തുക്കൾ കിട്ടാൻ പോകുന്നു. അണുവായുധത്തിൻ്റെ കാര്യത്തിൽ വലിയ തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. കാരണം 2015 അന്ന് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബറാക്ക് ഒബാമ ഇറാനുമായിട്ട് അണുവായുധ കരാറുണ്ടാക്കിയതാണ്. അത് അത്യാവശ്യം നല്ലൊരു കരാറായിരുന്നുവെന്നാണ് വാഴ്ത്തപ്പെട്ടത്. പക്ഷേ അതിൽ വലിയ രീതിയിലുള്ള ഇത് നടത്തിയിട്ടില്ല. സമ്പുഷ്ട യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ അനുമതി നൽകിയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ട്രംപ് 2018 ആ ആണവ കരാർ റദ്ദാക്കിയത്. അന്ന് 300 കിലോയിൽ താഴെ സമ്പുഷ്ട യുറേനിയം ഉണ്ടാക്കാനാണ് അനുമതി നൽകിയിരുന്നത്. ഇപ്പോൾ ഇറാൻ്റെ കൈവശം 440 കിലോ. കാരണം ഈ കരാറിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ ഇറാൻ സമ്പുഷ്ട യുറേനിയം ഉണ്ടാക്കുന്നതിൻ്റെ തോത് വർദ്ധിപ്പിച്ചു. 60% സമ്പുഷ്ടീകരിച്ച യുറേനിയമുണ്ട്. ആഴ്ചകൾ മാത്രം മതി അത് 90% മാറ്റാൻ. 90% സമ്പുഷ്ടീകരിച്ച യുറേനിയം ആണവ ബോംബുണ്ടാക്കുന്നതിന് തുല്യമാണ്. ആണവ ബോംബാണ്, ആറ്റം ബോംബാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ആഴ്ചകളെ വേണ്ടൂ. അതിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു ഇറാൻ. ഈ അമേരിക്കൻ ഭരണകൂടത്തിനും ഇസ്രായേലിന് തടയാനാവുമോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും ഒബാമയുടെ കരാറിനേക്കാൾ കൂടുതലായി ഒന്നും ട്രംപിന് നേടാൻ പറ്റിയില്ല. പക്ഷേ അന്നുണ്ടാക്കിയ കരാറിൽ ഹോർമോസ് കടലിടുക്കിൻ്റെ പ്രശ്നമില്ലായിരുന്നു. അതുപോലെ മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ച് അന്ന് കുറേ സ്വത്തുക്കൾ വിട്ടുകൊടുത്തിരുന്നു. അതൊന്നും ഇപ്പോൾ ചർച്ചയിലില്ലായിരുന്നു. ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ വ്യവസ്ഥകളിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാന് അനുകൂലമായ നിലപാടെടുക്കാൻ അമേരിക്ക നിർബന്ധിതമായിരിക്കുന്നു. കാരണം അമേരിക്കയുടെ ഉള്ളിൽ നിന്നുള്ള എതിർപ്പ്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം. കാരണം ഇറാൻ കയറി ഈ മിസൈലുകളും ഡ്രോണുകളും അയച്ചതൊക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. അവരൊക്കെ അമേരിക്കയുടെ സഖ്യകക്ഷികളാണ്. ഇപ്പോൾ അവരെയൊക്കെ സമാധാനിപ്പിക്കാനും സമാശ്വസിപ്പിക്കാനും അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഓരോ രാജ്യങ്ങൾ കയറി ഇറങ്ങുകയാണ്. ബഹ്റൈനിൽ പോയി, UAE-യിൽ, സൗദിയിലൊക്കെ പോയി ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങളുടെ കൂടെ നിൽക്കണം, നിങ്ങളെ ഞങ്ങൾ കൈവിടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അമേരിക്കയുടെ സ്വാധീനം ഗൾഫ് മേഖലയിൽ, ഗൾഫ് രാജ്യങ്ങളിൽ കുറയുന്നു എന്നുള്ള ആശങ്കയുണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് റഷ്യയും ചൈനയും കടന്നു വരാൻ ശ്രമിക്കുന്നത്. റഷ്യയുടെ ഇൻ്റലിജൻസും ചൈനയുടെ ആയുധങ്ങളും വെച്ചാണ് ഇറാൻ ഈ തരത്തിൽ പോരാട്ടം നടത്തിയത് അമേരിക്കയോടും. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലെ US ബേസിലൊക്കെ ആക്രമണം നടത്തുമ്പോൾ ചൈനയുടെ ബയേഡ് എന്ന നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ച് അത് തടയാൻ അമേരിക്കയുടെ GPS സിസ്റ്റത്തിന് കഴിഞ്ഞില്ല എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെ ബേസുകൾക്കൊക്കെ വലിയ കേടുപാടുകൾ സംഭവിച്ചു. ഏറ്റവും വലിയ കേടുപാടുകൾ ഇറാന് തന്നെ, ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഇറാന് ഏതാണ്ട് ആക്രമിച്ച് തകർത്തു എന്ന് അവകാശപ്പെട്ടപ്പോഴാണ് അവർ ഈ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ് അമേരിക്കൻ ബേസുകൾക്ക് നേരെ ആഞ്ഞടിച്ചത്. അതൊരു ബദൽ തന്ത്രമായിരുന്നു. ആ തന്ത്രത്തിന് മുമ്പിൽ അമേരിക്കയ്ക്ക് തലകുനിക്കേണ്ടി വന്നു. ഇസ്രായേൽ തലകുനിക്കാൻ തയ്യാറല്ലായിരുന്നു. പക്ഷേ അമേരിക്ക പിൻവാങ്ങിയതോടെ ഇസ്രായേൽ നിസ്സഹായരായി. പക്ഷേ ഇപ്പോൾ ലെബനനിൽ മാത്രം പോരാട്ടം നടത്തി ഞങ്ങളിതാ കളത്തിലുണ്ട് എന്ന് തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ. പശ്ചിമേഷ്യ മൂലം ലോകരാജ്യങ്ങൾ മുഴുവൻ പ്രതിസന്ധിയിലായി. എണ്ണയുടെ വിലക്കയറ്റം, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, പാചകവാതകത്തിന് വില ഉയർന്നു. എന്നുമാത്രമല്ല, എത്ര പേരാണ് പശ്ചിമേഷ്യൻ ഇത് കാരണം ദുരന്തത്തിലായത്. ഗസയിൽ മാത്രം ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിൽ 73,000-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ 20,000-ലേറെ പേർ കുഞ്ഞുങ്ങളാണ്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ലെബനോനിൽ കഴിഞ്ഞ മാർച്ച് മുതൽ, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ 4 മാസം എത്തുമ്പോൾ 4,000-ലേറെ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. 4,200-ലേറെ പേർ
കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. ഇറാനിലും അമേരിക്ക ഇസ്രായേലും നടത്തിയ ഈ 107 ദിവസം നീണ്ട യുദ്ധത്തിലും ഏതാണ്ട് 3500-നും 4000-ത്തിനിടയ്ക്ക് ആൾക്കാർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക്. അങ്ങനെ മനുഷ്യ ജീവനുകൾ നശിക്കുന്ന രീതിയിലേക്ക് യുദ്ധം വിളിച്ചു വരുത്തിയത് എന്തിന്? ആയുധ കച്ചവടക്കാർക്ക് വേണ്ടിയാണോ? അവർ ദശലക്ഷക്കണക്കിന് കോടികൾ ചെലവാക്കി മനുഷ്യകുലത്തിന് മേൽ അണുബോംബ് ഇട്ടത് ഹിരോഷിമയിലും നാഗസാക്കിയിലാണ്. പക്ഷെ അതിന് തുല്യമായിട്ടുള്ള യുദ്ധ സാമഗ്രികളാണ് ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും യുദ്ധവിമാനങ്ങളിൽ നിന്ന് B-2 ബോംബറുകളിൽ നിന്നൊക്കെ ഉയരുന്ന ബോംബുകളൊക്കെ ആയിട്ട് വലിയ ആക്രമണമാണ് നടന്നത്. ഇതിനെതിരെയുള്ള മനുഷ്യ മനസാക്ഷി ഉയരണമെന്നുള്ള ചിന്ത കൂടിയാണ് UN സ്വതന്ത്ര കമ്മീഷൻ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. 20,000 പാലസ്തീൻ കുഞ്ഞുങ്ങളെ ബോംബിട്ട് കൊന്നത് വംശഹത്യയുടെ ഭാഗമാണ്. അത് ബോധപൂർവം തീരുമാനിച്ചുറച്ച് ഇസ്രായേൽ ചെയ്തതാണെന്നുള്ള വലിയ ആരോപണമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും അതുപോലെ ഹമാസിൻ്റെ നേതാക്കളെയും ഒക്കെ ഈ വാർ അല്ലെങ്കിൽ യുദ്ധക്കുറ്റത്തിന് ശിക്ഷിച്ചതാണ്. അതിലുണ്ടായിരുന്ന ജഡ്ജിമാർക്കെതിരെ ഇപ്പോൾ ട്രംപ് നീങ്ങിയിരിക്കുന്നു. അവർ അമേരിക്കയിൽ അവരുടെ ആസ്തികളൊക്കെ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അതിനെതിരെ കേസുമായിട്ട് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ ജഡ്ജിമാർ തന്നെ അമേരിക്കൻ കോടതികളെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവവാസങ്ങൾ ഇതിനു ചുറ്റും നടക്കുന്നുണ്ട്. എന്തായാലും ഈ പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന വാർത്തയും ഒപ്പം തന്നെ ഇപ്പോൾ ഹോർമോസ് കടലിടുക്കിലൂടെ കപ്പലുകൾ വളരെ വേഗത്തിൽ നീങ്ങുന്നു എന്ന നല്ല വാർത്തയും ഒക്കെ വരുമ്പോൾ പുതിയ റൂട്ട് ഉണ്ടാക്കുന്നതിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് IRGCയും രംഗത്ത് വന്നിരിക്കുന്നു. ഇനിയും പശ്ചിമേഷ്യയിൽ പലതും കലങ്ങി തെളിയാനുണ്ട്. ഇസ്രായേൽ ഉയർത്തുന്ന ഭീഷണിയെ ചെറുതായി കാണേണ്ട. അമേരിക്കയും ഇറാനും സമാധാന കരാറുമായി രണ്ടാം വട്ട ചർച്ച അടുത്ത 29-30 തീയതികളിൽ നടക്കുകയാണ് സ്വിറ്റ്സർലൻഡിൽ. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന കരാർ നിലവിൽ വരുമായിരിക്കും. അടുത്ത 60 ദിവസത്തിനുള്ളിൽ വരും. പക്ഷേ ഇസ്രായേൽ അടങ്ങുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.